നമസ്കാരം പ്രിയപ്പെട്ടവരെ, ലീഗൽ സെല്ലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ നിയമസംബന്ധമായ നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ പ്രവാസി ഭാരതിയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയത് അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ കരുനാഗപ്പള്ളി. സാർ നമസ്കാരം. നമസ്കാരം സാർ. ഇന്ന് ഈ ഗൾഫ് രാജ്യത്ത് ജീവിച്ചിട്ട് യുഎയിലാണ്. അദ്ദേഹം നാട്ടിൽ വന്നു. ഒരു 15 വർഷം ദുബായിൽ വർക്ക് ചെയ്ത ആളാണ്. അദ്ദേഹം അന്ന് ഉപയോഗിച്ചിരുന്നത് ഒരു പോസ്റ്റ് പെയ്ഡ് മൊബൈലാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹം കൃത്യമായിട്ട് തന്നെ എൻ്റെ സബ്സ്ക്രിപ്ഷനൊക്കെ അടച്ചുകൊണ്ടിരുന്നു. പക്ഷേ പെട്ടെന്ന് ഞാൻ ഇത് വിസ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വന്നപ്പോൾ ഈ നമ്പർ ക്യാൻസൽ ചെയ്തില്ല. പക്ഷേ പൈസയൊന്നും അടയ്ക്കാനുണ്ടായിരുന്നില്ല. അത് ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് വീണ്ടും ബാക്കി ബില്ലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഒന്നും അടയ്ക്കാനില്ല, പക്ഷേ ഡ്യൂസ് അടയ്ക്കണം എപ്പോഴും മെയിൽ വരുന്നുണ്ട് പുള്ളിക്ക്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന് ദുബായിൽ വരുന്നതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംശയം. അപ്പം എത്ര കാലമായി സാർ ഇത്? 15 വർഷം ദുബായിൽ ജോലി ചെയ്തിട്ട് ഇങ്ങ് വന്ന വിവരം അദ്ദേഹം എഴുതിയിട്ടില്ല. എന്തായാലും ഒരു 4-5 വർഷമായി കാണും എന്നാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പം ഇതിൻ്റെ പേരിൽ കേസുണ്ടായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേസെടുത്തിട്ടുണ്ടാവത്തില്ല. പക്ഷേ ഇതൊരു ലയബിലിറ്റിയാണ്. ഈ പോസ്റ്റ് പെയ്ഡ് സിം കാർഡ് എടുക്കുമ്പോൾ അതൊരു ഇയർലി കോൺട്രാക്റ്റ് ഏതെങ്കിലും ഒരു സ്കീമിൻ്റെ പുറത്തായിരിക്കും എടുക്കുന്നത്. അവർ പലതരം സ്കീമുകൾ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് അതിൻ്റെ പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റയുടെ അളവ്, അതുപോലെ ഉപയോഗിക്കാവുന്ന മണിക്കൂറുകളുടെ ഫ്രീ അവേഴ്സിൻ്റെ അളവുകൾ, അതുപോലെ ഇൻ്റർനാഷണൽ കോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ, അങ്ങനെ ഏത് സ്കീമിലാണോ നമ്മൾ ഈ സിം കാർഡ് പോസ്റ്റ് പെയ്ഡ് ആയിട്ട് എടുക്കുന്നത് അതിനൊരു മന്ത്ലി ഇത്ര എമൗണ്ട് ഫിക്സഡ് ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സ്കീമാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു നിശ്ചിത കാലയളവിലെ കോൺട്രാക്റ്റാണ് ഒപ്പിടുന്നത്. അപ്പോൾ അത് നമ്മൾ അടയ്ക്കാതെ മുടക്കിയിട്ടിട്ട് പോന്നു കഴിഞ്ഞാലും ഈ തുക അടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. ഉപയോഗിച്ചില്ലെങ്കിലും നമ്മൾ ഈ തുക അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ നിയമമൊക്കെ അനുസരിച്ചുകൊണ്ട് ആ കോൺട്രാക്റ്റ് മെച്യൂർ ആകുന്നതിന് മുമ്പാണെങ്കിലും നമ്മൾ 2 മാസത്തെ ആ എമൗണ്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അവർ പിഴ പോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കോൺട്രാക്റ്റ് ക്യാൻസൽ ആക്കണം. പ്രിമച്വർ ക്യാൻസലേഷൻ ചെയ്യാൻ ഉള്ള മാർഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഇദ്ദേഹം ചെയ്തിട്ടില്ല, എന്തായാലും സംഭവിച്ചു പോയി. അദ്ദേഹത്തിന് ഇപ്പം ആ പണം ഡിമാൻഡ് ചെയ്തുകൊണ്ടുള്ള നോട്ടീസുകൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ എത്ര എമൗണ്ട് ഇപ്പോൾ പെൻഡിങ്ങിലായിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കണം. അപ്പോൾ ഇദ്ദേഹത്തിന് അവിടെ കയറി വന്നാലും ഇപ്പം പ്രശ്നമൊന്നുമില്ല. ഈ ചെറിയ എമൗണ്ട് 2-3 വർഷം ആയാലും എത്ര എമൗണ്ട് ആണെന്ന് അറിയുന്നില്ല. എന്നാലും അവർ കേസിന് പോയിട്ടുണ്ടാവത്തില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല സാർ, അവർ കോൺട്രാക്റ്റ് വരെയുള്ള ഫീസല്ലേ അവർ ചോദിക്കുള്ളൂ. അല്ല, കോൺട്രാക്റ്റ് കഴിഞ്ഞും ചിലപ്പോൾ ഇത് ഇട്ടേക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ ചോദിച്ചെന്നിരിക്കാം. റെന്റലിന്റെ കാര്യം പറഞ്ഞതുപോലെ, അതെ, റെന്റിന്റെ കാര്യം പറഞ്ഞതുപോലെ ചിലപ്പോൾ സംഭവിക്കാം. അപ്പം എന്തായാലും ഇത് പ്രതീക്ഷിക്കാം. ഈ പറഞ്ഞ കോൺട്രാക്റ്റ് തീരുന്നത് വരെയുള്ളത് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനുശേഷമുള്ളത് ഒരു പക്ഷേ അവർ വേവ് ചെയ്താലും ആ സമയം വരെയുള്ള പണത്തിന്റെ, അടയ്ക്കാതിരുന്ന പണത്തിന്റെ പീനൽ ഇൻട്രസ്റ്റ് അടക്കം അവർ ചോദിക്കും. അതും കൂടെ ചോദിക്കാം. അത്രയൊക്കെ ആയിരിക്കും സാധാരണഗതിയിൽ. യാത്ര ചെയ്യാൻ പ്രശ്നം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ താങ്കൾ ധൈര്യമായിട്ട് യാത്ര ചെയ്തോളൂ. പക്ഷെ ഒരു കാര്യം പറയാം, ഈ പോസ്റ്റ് പെയ്ഡ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ്. അതെ. കാരണം അത് 1 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റാണ്. നമുക്ക് 2 മാസം കഴിഞ്ഞ് നമ്മളിഞ്ഞ് പോന്നാലേ ബാക്കിയുള്ള മാസം മുഴുവൻ നമ്മൾ അടയ്ക്കേണ്ടി വരും. ചിലപ്പോൾ ആ പീരീഡ് കഴിഞ്ഞാലും ആ കോൺട്രാക്ട് ഓട്ടോ റിന്യൂവൽ ആണെങ്കിൽ മാത്രം അത് അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ഗൾഫ് രാജ്യത്ത് എടുക്കുന്നവർ ജാഗ്രത ഒന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും. നിയമസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ 091-843-2424-843 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് സന്ദേശമായി അയയ്ക്കുക.